ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ ഈദൽ വാവയുടെ മാമോദീസ പരിപാടിയാണ്. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളും ബാക്കി സംഭവങ്ങളൊക്കെയാണ് ഈ വ്ലോഗിൽ വരാൻ പോകുന്നത്. നമ്മൾ രണ്ടുപേരുമാണ് മാമോദീസ. യെസ്, അപ്പോൾ അതിന്റെ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പൊ ബാക്കി വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ കാണാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം, സുസ്വാഗതം. മിസ് ബീന, ഞങ്ങൾ അങ്ങനെ പുറപ്പെടാൻ പോണു. വാവന് മാമോദീസ മുക്കി ഉണ്ണീശോരെ കുട്ടിയാക്കാൻ പോണു. ഞങ്ങൾ നേരത്തെ പോണതാ, ബാക്കിയുള്ളവരൊക്കെ വഴിയെ അവിടെ എത്തിക്കോളും. മറക്കോ ഷബീർക്ക് അറിഞ്ഞു പോവോ? കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ എടുത്തില്ലേ? ഷബീർ ഖാൻ ഇവിടെ മാപ്പ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡിജിയുടെ വീട്ടിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ 2 മിനിറ്റും ഷബീർ ഖാന്റെ ഡ്രൈവിംഗ് സ്പീഡിൽ 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുന്നതായിരിക്കും. നമ്മൾ പള്ളി കൊടുക്കാനുള്ള ലെറ്റർ എടുത്തു, പാവയുടെ ഗോൾഡ് എടുത്തു, പാവയുടെ ഉടുപ്പും ഒക്കെ എടുത്തു, എല്ലാം എടുത്തു. സെറ്റ്. അപ്പൊ നമ്മൾ ഡിജിയുടെ വീട്ടിലെത്തി. വാവേനെ ഇനിയിപ്പോ ഡ്രസ്സൊക്കെ മാറ്റി. അയ്യോ, വളരെ നേരത്തെയാണല്ലോ. സുന്ദരനായിട്ടുണ്ടല്ലോ. നിങ്ങളത് എത്ര മണിക്ക് എത്താൻ പറഞ്ഞേ? 9 മണി. അയ്യോ, എന്തിന്റെ വിശേഷം? കല്യാണത്തിന് കണ്ടതാവളെ ഇവരുടെ. നമ്മുടെ മാലാക്ക കുട്ടി. എന്തല്ല സുഖായിട്ടിരിക്കണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? നല്ല വിശേഷം. പതിവിലും സുന്ദരിയായിരിക്കുന്നു. അല്ലെങ്കിലും സുന്ദരിയാണ്. ഡിജി എവിടെ? എന്താണ് പരിപാടികള്? പരിപാടികൾ വരുന്നല്ലേ. ഈ ഷോളിന്റെ അറ്റൊന്ന് പിടിച്ചത്. അയ്യോ, അങ്ങനത്തെ പരിപാടിക്ക് ഞാനില്ല. മുന്നിച്ചേട്ടാ, ഇതെവിടെ സുന്ദരി എവിടെയെന്ന് ഒന്നുകൂടി ചോദിക്കോ? സുന്ദരനായിട്ടുണ്ടല്ലോ. നിങ്ങൾ സെറ്റായിട്ടുണ്ടോ? അടിപൊളി. ഇൻസൈഡ് ചെയ്തിട്ടാ ഭംഗി നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലാമർ ആയിട്ടുണ്ട്. പറയില്ല. അങ്കിൾ എവിടെ? സോറി, ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. നിങ്ങളെക്കാൾ ഗ്ലാമറുള്ള ആളുകൂടി ഉണ്ട്. അടിപൊളിയായിട്ട് അങ്കിളെ സെറ്റ് ആയിട്ടുണ്ട്. ഗ്ലാമർ ആയിട്ടുണ്ട് കേട്ടോ. ഇൻസൈഡ് ചെയ്തിട്ട് ഡിജോക്ക് ഒന്നും അല്ല ഇങ്ങനെ മുന്നില്. ശരിയാണ്. മുന്നിച്ചേട്ടന്റെ വക ഇവിടെ ഫോട്ടോഗ്രാഫി പരിപാടികൾ. മുന്നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അതല്ല, അവന്റെ കൂടെ ഞങ്ങളെ വർക്ക് ചെയ്യണം. പേരെങ്ങനെ? ശ്യാം. നിങ്ങളുടെ പേര്? നിതീഷ്. ഉരുകാടയുടെ സൂര്യ. ആരാ വന്നേക്കണേ നോക്കിയേ? ബെസ്റ്റ് ഫ്രണ്ട്. പെൺകുട്ടാ ഇവിടെ ലൈറ്റ് നോക്കി എടുക്കണതാ. വല്യപ്പാ, എന്താ ഇവിടുത്തെ പരിപാടികള്? ഓ, ഞാൻ കേട്ട അജയ് സ്റ്റീഫൻ പല്ലേക്കാണോ വന്നതെന്നാ. യു ക്യാൻ കോൾ മീ ആന്റണി ചാക്കോ. അങ്ങനെ ഇവിടുത്തെ പരിപാടികൾ എന്താന്ന് പറഞ്ഞത്? ഇവിടുത്തെ പരിപാടി ഇപ്പൊ കുട്ടിയുടെ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുട്ടീനെ കാണിച്ചു ഞങ്ങള്. നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളല്ല, നമ്മളിങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, അപ്പൊ ഇവിടെ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നുവിന്റെ ശ്യാമേട്ടന്റെ നേതൃത്വത്തിലുള്ള ഫോട്ടോഷൂട്ട്, ശ്യാംബായുടെ നേതൃത്വത്തിലുള്ള ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. ഫയർഫ്ലൈസ് വെഡിങ്ങിന്റെ 3 അപ്പവും കടൽ റോസും കഴിച്ചിട്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ശമ്പളം. ഇവനായതുകൊണ്ട് ചിലപ്പോ അതേ തരുള്ളൂ. ഇത് മറ്റേ വെയിലിന്റെ സംഭവം കിട്ടാനായിട്ടല്ലേ? എങ്ങനെ എന്റെ ഐഡിയാസ്? എന്റെ എന്തെങ്കിലും ഐഡിയ വേണോടാ കുഞ്ഞു? ഒന്നും വേണ്ട. ഇത് വാവ പോലെ തന്നെ ഉണ്ടല്ലോ. ഒന്നുമില്ല, നമുക്ക് കാറ്റുവള്ള കേട്ടാ. ചൂടെടുക്കണ്ട വാവയ്ക്ക്, ചൂടെടുക്കണ്ട. നീയാണ് ശരിക്കും ഞാൻ പറഞ്ഞ ടൈമായി ഇറങ്ങുന്നു പറയണം. നീയാണല്ലോ അമ്മ, അല്ല വല്യപ്പൻ. പൊന്നുടുപ്പിട്ട് തമാച്ചാണ് പോട്ടോ. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതം വിളി. ലെറ്റർ കൊടുത്താ
കൊടുക്ക് കൊടുക്ക്. ഇവ അജയ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്റെ പേര് വന്നിട്ട് അജയ് സ്റ്റീഫൻ എഴുതിയിരിക്കുന്നത്. ഈദൽ മരിയ. അല്ല പേര് ബ്രാക്കറ്റില്, മറ്റേ പേര് ബ്രാക്കറ്റിൽ ഇടണം. മാമൂസ കണക്കിലത്തെ അവിടെ തന്റെ ഇതൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? അങ്ങനെ തന്നെയെന്ന്. അടുത്ത കഴിഞ്ഞപ്പോൾ നമ്മുടെ വാവയുടെ ഡ്രസ്സ് മാറ്റുന്ന പരിപാടിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അങ്ങനെ നീണ്ട നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം വാവയെ നമ്മൾ ഉടുപ്പിടിച്ചിരിക്കുകയാണ്. അല്ലെ ഒരു കുഴപ്പമില്ല, ഇത്രയും നേരം ചിരിച്ചിരി തേച്ചാണ്. ഇത് ഉറങ്ങുന്ന ടൈമായോണ്ട് നല്ല മോളാട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ വാവേനെ ഉടുപ്പൊക്കെ മാറ്റിച്ചു, റെഡിയാക്കി. ഇനി വീട്ടിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോട്ടോ ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ട്. കർത്താവിന്റെ സംരക്ഷണം, അതിന്റെ സംരക്ഷണം വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്നും മരമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്നെ തൂവലുകൊണ്ട് ദീപം ദീപം ദീപം. ഓ, ഇന്ന് നിങ്ങളുടെ ഓർഗൻ പരിപാടി ഉണ്ട്. നമ്മൾ തകർക്കും. ഞാനല്ല, വേറെ ആളാണ് നിങ്ങളുടെ ശിഷ്യൻ. അപ്പൊ പള്ളിയിൽ വെച്ച് കാണാം. അപ്പൊ ഡിജോയും ലിൻഡയും ഷിയൊക്കെ പള്ളിയിലേക്ക് ഇറങ്ങി. നമ്മളിതേ വഴി ഇറങ്ങും. കുഞ്ഞിനെ നോക്കിയേ, കുഞ്ഞിനെ നോക്കിയേ. അപ്പൊ നിങ്ങൾ തമ്മിൽ നോക്കിയടാ, നിങ്ങൾ തമ്മിൽ നോക്കി. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞു. നമ്മൾ വാവയുടെ സെറ്റൊക്കെ എടുത്ത് വാവേനെയൊക്കെ റെഡിയാക്കി പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ടെൻഷൻ ഉണ്ടോ മേരി മാർഗരറ്റ്? എനിക്ക് വാവക്ക് അറിയാണ്ടിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. വേറെ സ്ട്രെസ് ഒന്നുമില്ല. ഗൈസ്, അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഈദൽ ബേബിയുടെ മാമോദീസയാണ്. ചിരിച്ചിട്ട് പോ. ഗൈസ്, അപ്പൊ നമ്മുടെ പ്രജീഷ വന്നിട്ടുണ്ട്. എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. വെയിറ്റ് ചെയ്തിരിക്കാണ്. നമ്മുടെ എല്ലാ വീഡിയോയും കാണും ചവറാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഞാൻ കണ്ടത്. അതറിയാൻ പറ്റില്ല. കാണാറുണ്ട്. ചേട്ടാ എന്തിന്റെ വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. കൂതറയാണെങ്കിൽ കൂതറയാന്ന് പ്രതീക്ഷ പറയാം, അടിപൊളിയാണെങ്കിൽ അടിപൊളിയാണ്. വളരെ പറയാറുണ്ട്, വ്യക്തമായി പറയാറുണ്ട്. നീ അതൊന്നും ഓഫാക്കിയടാ. എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല. നമ്മുടെ താരങ്ങൾ ഡോക്ടറിനെ എല്ലാരും തിരിച്ചറിയുന്ന ദൈവം സഹായിച്ചു. നമ്മളാരും തിരിച്ചറിയില്ല. അല്ല അവളെ. അതെ, മേബിൾ ഡോക്ടറിനെ എല്ലാവർക്കും തിരിച്ചറിയാം. അവളുടെ നമ്പർ വാങ്ങിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു. കാണുന്ന ആൾക്കാർ ചോദിക്കുന്നത് മേബിൾ ഡോക്ടറിനെ അറിയാൻ പരിചയമുണ്ട്, വീഡിയോ കൂടെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ്. പക്ഷെ വേറെ കുറെ കമന്റ് വരുന്നുണ്ട്. അനീറ്റ അവിടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എനിക്കതാ വേണ്ടത്. അനിറ്റ ജോസ് അല്ലട്ടാ, അതെന്റെ ഫേക്ക് ഐഡിയ. ഞാൻ ഹോസ്പിറ്റലിൽ അതിക്കൂടെ ഇതിക്കൂടെ ഒക്കെ നടക്കുമ്പോ എല്ലാരും വന്നിട്ട് ഈവയുടെ അജയുടെ വീഡിയോയിലുള്ള ആ ഡോക്ടറല്ല. ഞാൻ അതെന്നെ ഇനി ഒരു മീറ്റപ്പ് വേണമെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും കൂടി പറയുന്നു. മിസ് ബീന, എന്തായി പരിപാടികളൊക്കെ ഞങ്ങൾ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ട് പോകുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങേണ്ട നാണം വരുന്നുണ്ടോ? എല്ലാവരും ക്ലാസ്സിലേറ്റിട്ട് ഇരിക്കല്ലേ. ചൂട് കൊച്ചോടി ഇരുന്ന് കരയണു ചൂട് എടുത്തിട്ട്. അവനെ കണ്ട കുർബാനയ്ക്ക് രാവിലെ പോയിട്ട് വന്നല്ലേ. കല്യാണം കഴിഞ്ഞപ്പോ കൊണ്ടാടുന്ന ആളാണ്. അത് കാരണമാണ്. കൊറേ നോക്കിയായിരുന്നു. അതെ ഡാഡി 5 മാസം ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഇല്ലേ, ഒരു മഞ്ഞ കളർ. നിനക്ക് കാർട്ടൂണൊക്കെ അറിയാം. ഇത് ബിന്നി ദ പൂ, ഇത് ബിന്നി ദ പൂ. ഗൈസ്, അങ്ങനെ നമ്മൾ വാവയുടെ മാമോദീസ ചടങ്ങിനായിട്ട് പള്ളിയിൽ കയറാൻ വേണ്ടി പോവാട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ബ്ലസ്ഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അജയ് ചേട്ടനും അത് ഒരുപോലെ ഭയങ്കര സ്ട്രെസ്ഡും ഉണ്ടോ, കാരണം വാവ നല്ല കരച്ചിൽ മൂഡിലാണ്.
സർവശക്തനുമായ ദൈവം നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ജലത്താലും പരിശുദ്ധാത്മാവിനാലും നവജീവൻ നൽകി ദൈവജന സമൂഹത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഏതൽ മറിയം, നീ ഇപ്പോൾ ഒരു പുതിയ സൃഷ്ടിയാണ്. നീ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. വെള്ളവസ്ത്രം നിനക്ക് ക്രൈസ്തവ പദവിയുടെ ബാഹ്യചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതയായി മഹിമയേറിയ പദവി മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹയാവുക. വത്സല സഹോദരരെ, കുഞ്ഞ് ജ്ഞാനസ്നാന വഴി പുതുജന്മം പ്രാപിച്ചിരിക്കുന്നു. ഇവൾ ദൈവമകൾ എന്ന് വിളിക്കപ്പെടുന്നു. മാത്രമല്ല, ഇവൾ ദൈവമകൾ തന്നെയാണ്. എങ്ങനെ ഉറങ്ങണമെന്ന് എനിക്കറിയില്ല. നീ മ്യാമനെ നോക്കിയേ മോനെ. കരയാത്തതെന്താ? ഇത്ര നേരം നല്ല കരച്ചിലായിരുന്നല്ലോ. കരയടാ കരയടാ. അതാണ് പ്രശ്നം വന്നത്. ഭയങ്കര കാറ്റ്, കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ്. മറ്റേ സാധനം പഠിപ്പിക്കേണ്ടി വരും. പുഷ്പരാജിന്റെ പാട്ട്. നല്ല കാറ്റുണ്ടല്ലേ. ഓക്കെ, എല്ലാവരും ഇവിടെ നോക്കിക്കോട്ടെ. റെഡി? ഗൈസ്, അപ്പോൾ വാവേനെ അൾത്താരയിൽ കിടത്തി ഫോട്ടോ എടുപ്പ് പരിപാടികൾ നടത്തുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ പള്ളിയിലെ പരിപാടികളൊക്കെ അവസാനിച്ചു. ഇനി വാവ നല്ല കരച്ചിലായിരുന്നു. നല്ല കരച്ചിൽ വെച്ചാൽ ഒന്നാമത് ചൂടുണ്ട്, ഞങ്ങളും വേർക്കുണ്ട്. അപ്പോൾ വാവയും നല്ലപോലെ വേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ഹോളിലാണ്. ഹോളിലല്ല, റിസോർട്ടിലാണ്. റിസോർട്ടിലെ പരിപാടികൾ തുടങ്ങാൻ പോകുന്നു. അവിടെ ഇറങ്ങാണ്. ബിജു ബ്രോ, ഫുൾ സെറ്റ് അല്ലേ? സെറ്റാണ്. ഇന്ന് നമ്മൾ ഹോളിലത്തെ പരിപാടികളാണ്. നിങ്ങളുടെ വക പ്രത്യേകമായ ഒരു ഗാനമേള ഉണ്ട് ഞാൻ കേട്ടല്ലോ. ഭയങ്കര യങ്ങായി. അത് ഒന്നും പറയാനില്ല. ദൈവാനുഗ്രഹം. കിട്ടിയ താപ്പിന് കൊച്ചിനെടുത്ത് മുങ്ങാണോ? പരിപാടി തുടങ്ങാൻ സമയമായി. അപ്പൊ ഇത്ര നേരം തുടങ്ങിയിരുന്നില്ലേ? വീണ്ടും തുടങ്ങാൻ സമയമായി. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ. നല്ല ദൈവിക ചിന്തയിലും നല്ല സ്വഭാവവും ഒക്കെ ആയിട്ട് വളർത്തിയിരുന്നു. ഇങ്ങനെയൊരു ഫേസിലേക്ക് ഞാൻ കടന്നിട്ട് ഇങ്ങനെയൊരു ഫേസിലേക്ക് കടന്നിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആക്ച്വലി നിങ്ങൾ ഏതൊരു കൊടുക്കാൻ പറ്റിയ ഫ്യൂച്ചർ അഡ്വൈസ്? കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. അപ്പൊ ഗൈസ്, ഇവിടെ ഫോട്ടോഷൂട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേരി മാർഗ്രറ്റ് ആൻഡ് ടീം. ലിൻഡ, എങ്ങനെയുണ്ട് ഫോട്ടോ എടുത്തിരിക്കുന്നത്? അടിപൊളിയായിട്ടുണ്ട്. ടീച്ചർ എന്നാ പറയണേ. എന്താ അവിടെ നിങ്ങളെ കാണാൻ രണ്ട് വിശിഷ്ട വ്യക്തികൾ അല്ല, ഇവ എവിടെയാന്ന് ഫോട്ടോ എടുക്കാനാണോ? പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ, പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ, ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ, വിങ്ങുമീ രാത്രി തൻ നൊമ്പരങ്ങൾ